വീട്ടിൽ പൊട്ടിയ കണ്ണാടി വെക്കരുതെന്നാണല്ലോ, പക്ഷേ ഇതിന്റെ പൊട്ടിയ കണ്ണാടിയല്ലേ ഗൈസ്, ഇതിന്റെ ഫ്രെയിമാണ് പൊട്ടിയിരിക്കുന്നത്. ഇത് അറബി കളഞ്ഞ കണ്ണാടിയൊന്നും അല്ല കേട്ടോ, മലയാളി കളഞ്ഞ കണ്ണാടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോഴേ ഈ കണ്ണാടി പുറത്ത് കളയാനിട്ടേക്കാണ്, ആവശ്യമില്ല പറഞ്ഞിട്ട് ഞാൻ അപ്പം പൊക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഗൈസ്. അപ്പോൾ നമുക്കിതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ. അപ്പോൾ ഇതെൻ്റെ കളിക്കുന്ന ഫോം ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ണാടിയുടെ ഫ്രെയിം ചീത്തയായതുകൊണ്ട് നമുക്കൊരു പുതിയ ഫ്രെയിം സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത്ര നീളത്തിലുള്ള കുറച്ച് ഫോംസുകൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായേ. എന്നിട്ട് ഈ ഫോം നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണല്ലോ ഈ ഒരു കണ്ണാടിയുടെ ഫ്രെയിം വരുന്നത് വളഞ്ഞ് പൊളഞ്ഞിരിക്കുന്നത്. ആ ഒരു ഫ്രെയിം തന്നെ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ടിയുള്ള ഫോമാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ കുറച്ച് കട്ടി കുറവുള്ളതാണ്, പക്ഷേ എങ്കിലും നമ്മൾ സെറ്റാക്കി എടുക്കും. ഐഡിയ ചെറുതാണെങ്കിലും സംഭവം ചെയ്തെടുക്കാൻ കുറച്ച് ദിവസം എടുത്തു. കാരണം ഞാനിത് ഫ്രെയിം ആക്കി പിന്നെ ഇതിനകത്ത് എന്ത് ചെയ്യും, ഇതിനകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പെയിന്റ് അടിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒട്ടിക്കണോ എന്നൊക്കെ തീരുമാനത്തിൽ കുറച്ച് സമയം എടുത്തു ഗൈസ്. അപ്പോൾ ഐഡിയ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലൈക്ക് തന്നിട്ട് പോകട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. ഇതുപോലെ കണ്ണാടിയൊക്കെ പൊട്ടി കഴിയുമ്പോഴാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് കവർ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് മറ്റുള്ളവരിലേക്ക് എത്താത്തത് നമുക്ക് ലൈക്ക് ഷെയർ ഒക്കെ കുറവായിട്ടുണ്ട്. ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, ലൈക്ക് ഷെയർ തന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ ഇതുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മുറി കൊണ്ടുപോയി വെച്ച് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട് വരുന്നത്. നല്ല രസമില്ലേ ഗൈസ്. അപ്പോൾ അത്ര ഉള്ള ഇന്നത്തെ വീഡിയോ നാളെ നല്ല കൊടുത്തുകൊണ്ടായിട്ട് വരാവേ. അപ്പോൾ അത്ര ചാ ബൈ.